ഭാഗവതം നാമജപവേദിയിൽ അടുത്തത് ഉദ്ഘാടന ഭാഷണമാണ്. അനേകം മഹാരഥന്മാരുടെ പാദപത്മങ്ങൾ പതിഞ്ഞ ഈ ഭാഗവത ഭൂമിയിൽ നമ്മെ അനുഗ്രഹിക്കാനായി എത്തിച്ചേർന്ന സനാതനധർമ്മത്തിൻ്റെ സാരഥികൾ വിശിഷ്ട സാന്നിധ്യം ചെയ്ത ഈ വേദിയിൽ ഉദ്ഘാടന ഭാഷണത്തിനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ശ്രീ KS രാധാകൃഷ്ണൻ അവർകളാണ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ പണ്ഡിതനും എഴുത്തുകാരനും തത്വചിന്തകനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2023 ഇന്ത്യൻ ചിന്തകൾക്ക് നൽകിയ സംഭാവനകൾക്ക് സ്മൃതി ഗോവിന്ദം അവാർഡ്, വേദതത്വചിന്തയ്ക്കും സംസ്കാരത്തിനും നൽകിയ ആജീവനാന്ത സംഭാവനകൾക്ക് അമൃതകീർത്തി പുരസ്കാരം, 2018 ഫ്യൂച്ചർ കേരള എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് എന്നിവ ലഭിച്ചു. രാമായണം മനുഷ്യകഥാനുഗാനം, മഹാഭാരതത്തിൻ്റെ ജ്ഞാനശാസ്ത്രവും സൗന്ദര്യശാസ്ത്രവും, മഹാഭാരത വിചാരങ്ങൾ, ഖുറാനിലെ ലവ് ജിഹാദ്, ഇസ്ലാം ജനാധിപത്യ സമൂഹത്തിൽ, ക്രിസ്തു ദർശനം, ഗാന്ധി, ശ്രീനാരായണ ഗുരു തുടങ്ങിയ പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. മുഖ്യപ്രഭാഷണത്തിനായി ആദരപൂർവ്വം ഡോക്ടർ KS രാധാകൃഷ്ണൻ അവർകളെ ക്ഷണിക്കുന്നു. അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ആചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഞാൻ അവരുടെ ഒന്നും പേര് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാനിടയുണ്ട് എന്നുള്ളതുകൊണ്ടും, ഒരാൾ പ്രസംഗത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വേദിയിലിരിക്കുന്ന ഒരാളുടെ പേര് തെറ്റിച്ച് പറയുന്നത് അനൗചിത്യമാണ് എന്ന് ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ ബോധ്യമായതുകൊണ്ടുമാണ് ഞാൻ പേരുകൾ പറയാത്തത്. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരവസരം ഉണ്ടായത് ഒരു മഹാസൗഭാഗ്യമാണ്. ഞാനിതൊരു അലങ്കാര ഭാഷയെ പറയുന്നതല്ല, യഥാർത്ഥത്തിൽ പറയുന്നതാണ്. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, പണ്ഡിറ്റ് ഗോപാലൻ നായരെ കുറിച്ച് 2 വാക്ക് മാലോകരോട് സംസാരിക്കാൻ എനിക്ക് ലഭിക്കുന്ന ഒരവസരമാണിത് എന്നുള്ളതാണ്. പണ്ഡിറ്റ് ഗോപാലൻ നായരെ പോലെയുള്ള ഒരു മഹാപ്രതിഭയെ, ഋഷിതുല്യമായ ഒരു പ്രതിഭയെ അംഗീകരിക്കാനും ആദരിക്കാനും അനുസ്മരിക്കാനും ഔചിത്യം കാണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വിനീതനായ ആരാധകനും വായനക്കാരനുമാണ്. ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ധാരാളമുണ്ട്. ഭാഗവതം എല്ലാവർക്കും അറിയാവുന്നതാണ് വ്യാഖ്യാനം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതി ആദ്യം വായിക്കുന്നത് പഞ്ചദശി വ്യാഖ്യാനമാണ്. അതൊരു അസാമാന്യമായ കൃതിയാണ് എന്നത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന തർജ്ജമ ശങ്കരൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞുകൊണ്ട് എഴുതിയതാണ് എന്ന് അത് വായിക്കുമ്പോഴും തോന്നിയിട്ടുണ്ട്. ഭഗവത്ഗീതയ്ക്കും മറ്റ് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ആധ്യാത്മിക സ്രോതസ്സിൻ്റെ അടിസ്ഥാന കൃതികൾ മുഴുവനും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച മഹാഋഷിതുല്യനായ പ്രതിഭയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നതാണ് അദ്ദേഹത്തെ വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ മലയാളിയുടെ ഒരു പൊതുശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഹാപ്രതിഭകളെ അവഗണിക്കുന്ന ഒരു രീതി മലയാളിക്ക് പണ്ട് മുതലേ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാനൊരു ഉദാഹരണം പറയാം. കാരണം ഈ കേരളത്തിന് എന്തെങ്കിലും ഒരു മഹത്വം അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് ഈ കേരളം ശങ്കരാചാര്യരുടെ ജന്മഭൂമിയാണ് എന്നത് മാത്രമാണ് എന്നതാണ് സത്യം. ഇതെൻ്റെ അഭിപ്രായമല്ല, നിങ്ങൾ എൻ്റെ അഭിപ്രായമായിട്ട് കൂട്ടണ്ട. സാക്ഷാൽ കുമാരനാശാനാണ് അങ്ങനെ എഴുതിയിട്ടുള്ള ഒരാൾ. പക്ഷേ കുമാരനാശാനെ കൂടാതെ വേറെ ആരെങ്കിലും ശങ്കരാചാര്യരുടെ മഹത്വത്തെക്കുറിച്ച് എവിടെയെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല,
ശങ്കരാചാര്യരെക്കുറിച്ച് എവിടെ പറഞ്ഞു കഴിഞ്ഞാലും എവിടെ എഴുതി കഴിഞ്ഞാലും കുറേ പേര് എൻ്റെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാറുണ്ട് എന്നതും വസ്തുതയാണ്. കാരണം ശങ്കരാചാര്യരെ പോലുള്ളൊരു മഹാപ്രതിഭയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും. ഞാൻ ആദ്യമായി അടുത്ത കാലത്താണ് മൂകാംബികയിൽ പോയത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം മൂകാംബികയിൽ വെറുതെ പോകാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അമ്മ വിളിക്കുക കൂടി വേണം. അമ്മയുടെ വിളി വന്നപ്പോഴാണ് ഞാൻ മൂകാംബികയിൽ പോയത്. മൂകാംബികയിൽ പോയപ്പോൾ അവിടെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ആദ്യത്തെ ശ്ലോകം മാതാ നാസ്തി പിതാ നാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാത് ജാഗ്രത ജാഗ്രത എന്നാണ്. ഒരുപാട് ശ്ലോകങ്ങൾ അറിയാം, ഇത് മാത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഈ ന അസ്ഥി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല, ശാശ്വത ഭാവമില്ല എന്നാണ് അർത്ഥം. മാതാവെന്നും പിതാവെന്നും ബന്ധുവെന്നും ധനമെന്നും പദവികളെന്നൊക്കെ പറയുന്ന ഒന്നിനും ശാശ്വത ഭാവമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യസത്യത്തിൻ്റെ നിരുപമമായ ഹിമാലയ ശൃംഗങ്ങളിലേക്ക് കടന്നു കയറിയ ആ മഹാപ്രതിഭയെ അംഗീകരിക്കാൻ കഴിയാതെ പോയതാണ് മലയാളി അവനോടും ലോകത്തോടും ചെയ്ത ആദ്യത്തെ കൃതജ്ഞത എന്നതാണ് വസ്തുത. അതിനുശേഷം പിന്നെ വന്ന ആൾക്ക് അത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനെ നമ്മളെല്ലാം കൂടി ഒരു പുരസ്കാരത്തിൽ ഒതുക്കി അങ്ങ് മൂലക്കിരുത്തി എന്നുള്ളതാണ് വസ്തുത. ഇപ്പം ആരാണ് എഴുത്തച്ഛനെന്ന് ചോദിച്ചാൽ അയാളുടെ പേരിൽ ഒരു പുരസ്കാരം ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സരസ്വതി പ്രവാഹത്തെ മലയാളികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആധ്യാത്മികമായ സാങ്കത്യം മലയാളികൾക്ക്, മലയാളത്തിലെ പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മലയാളി എന്നും മീഡിയോക്രൈറ്റിയെ ആഹ്ലാദപൂർവം എതിരേറ്റ് ആദരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ നമുക്ക് അന്യനായി തീർന്നത്. അതേ യുക്തി തന്നെയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർക്കും ബാധകമായത് എന്നതുകൊണ്ടാണ് ഞാൻ ആനുഷികമായി ശങ്കരാചാര്യരുടെ ഈ സംഭവം ഇവിടെ സൂചിപ്പിച്ചത്. എന്താണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ഒരുപാട് തത്വചിന്തകരുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഋഷിമാരുണ്ടായിട്ടുണ്ട്. എല്ലാ ഋഷിമാരും അവരുടെ മന്ത്രങ്ങൾ ദർശിച്ച് അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ മന്ത്രങ്ങൾ ദർശിച്ച് അവർ പറഞ്ഞു തന്നതിനെയാണ് നാം വേദം എന്ന് പറയുന്നത്. ആ വേദത്തിലാണെങ്കിൽ ജ്ഞാനവാക്യമുണ്ട്, വിധിവാക്യമുണ്ട്, പ്രശസ്തി വാക്യമുണ്ട്. ആ വാക്യസഞ്ചയങ്ങളെ മുഴുവൻ സമാഹരിച്ച് അതിനെ വ്യസിച്ച് എഡിറ്റ് ചെയ്ത് നമുക്ക് ബ്രാഹ്മണവും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും സംഹിതകളും ഒക്കെ ആയി തന്ന മഹാപ്രതിഭയാണ് വ്യാസൻ. ആ വ്യാസൻ്റെ പ്രതിഭ ഒരൊറ്റ വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പരിശ്രമിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു വാക്കാകട്ടെ നമ്മുടെ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യജ്ഞത്തിൻ്റെ നിർവചനം എന്ത് എന്ന് ചോദിക്കുമ്പോൾ യജ്ഞം അധ്വരം എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഋഗ്വേദത്തിൻ്റെ 5-ാം മന്ത്രത്തിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞിട്ടുണ്ട്. യജ്ഞം അഹിംസയാണ് എന്നും ജീവിതം യജ്ഞമാണ് എന്നും അഹിംസാത്മകമായി ജീവിച്ച് ബോധ്യപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്നും ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു മഹാസംസ്കാരത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരശുവായ പ്രതിനിധിയാണ് ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവൻ പരസ്പരം യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്നതിന് വേണ്ടിയും കീഴടക്കുന്നതിനും വേണ്ടിയും പാഞ്ഞു നടക്കുന്നൊരു ഘട്ടത്തിൽ ലോകത്തെല്ലായിടത്തും അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയാണ് എന്ന് ധരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഇതാ ഇങ്ങനെ ഒരു മഹാസന്ദേശമുണ്ട്. ആ അഹിംസയാണ് ഈ അദ്വൈതത്തിൻ്റെ കാതലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഹിമാലയ പ്രതിഭയായ
വേദവ്യാസൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നറിയുന്നത് തന്നെ എനിക്കും നിങ്ങൾക്കും ആഹ്ലാദകരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആ പാരമ്പര്യം മലയാളിയെ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ച, അതിൻ്റെ യുക്തിഘടന മുഴുവൻ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ച ഏറ്റവും വലിയ മനീഷിയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നുള്ളതാണ് വസ്തുത. പക്ഷേ പണ്ഡിറ്റ് ഗോപാലൻ നായരെക്കുറിച്ച് നമ്മുടെ പണ്ഡിത സദസ്സുകളൊന്നും സംസാരിക്കാറില്ല. ആ സന്ദർഭത്തിലാണ് ഇവിടെ നിങ്ങൾ പണ്ഡിറ്റ് ഗോപാലൻ നായരെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രതിഭയെ ആദരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ അറിയേണ്ടതാണ് എന്ന് വിളിച്ചു പറയുന്നത്. ആ ഒറ്റ കാര്യം കൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കാരണം അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളെ കുട്ടികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്, കുട്ടികൾ ഇപ്പോൾ മലയാളമല്ലല്ലോ കുട്ടികൾ പഠിക്കുന്നത്, ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കഷ്ടം. മലയാളം അറിയില്ല എന്നുള്ള കാര്യം ഉറപ്പുമാണ്. മലയാളത്തെക്കുറിച്ച് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മലയാളം വായിക്കാറില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മക്കൾ മലയാളമേ വായിക്കില്ല എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന അച്ഛനമ്മമാരെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. They don't know Malayalam, they seldom read Malayalam, and they regularly communicate their feelings, emotions and what not in English എന്ന് പറഞ്ഞിട്ട് മേനി നടിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാള ഭാഷയുടെ മഹത്വവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഗരിമയും ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ളത് ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച എഴുത്തച്ഛൻ്റെ കൃതികളിലാണ് എന്നുള്ളതാണ് വസ്തുത. ഒരൊറ്റ ദീർഘാക്ഷരം, ആ ഒരു ദീർഘാക്ഷരം കൊണ്ട് എന്ത് കാണിക്കാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ ദീർഘാക്ഷരം കൊണ്ട് ലങ്കാനഗരത്തിൻ്റെ മുഴുവൻ ഔന്നത്യവും വരച്ച് കാണിക്കാൻ കഴിയും എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയത് എഴുത്തച്ഛനാണ്. ലങ്കയിലേക്ക് ഹനുമാൻ ലങ്കയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ രംഗം എഴുത്തച്ഛൻ എഴുതുമ്പോൾ പറയുന്നത്, ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്ക ഗോപുരാഗ്രേ കപീന്ദ്രന്. ആ ഒരൊറ്റ ദീർഘത്തിൽ ലങ്കാനഗരത്തിൻ്റെ ഔന്നത്യം മുഴുവൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഈ മലയാളം മഹത്തായ ഭാഷയാണ് എന്ന് എനിക്ക് ബോധ്യമായത്. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് മഹത്തായതല്ല, എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന ഈ ഭാഷ, ഞാൻ ഒരു കാര്യം നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി പറയുന്നു, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും മലയാളം മരിക്കും എന്ന് ഒരു തെറ്റിദ്ധാരണയും എനിക്കില്ല. കാരണം എഴുത്തച്ഛൻ്റെ കൃതികൾ എഴുതപ്പെട്ട ഭാഷ മരണമില്ലാത്ത ഭാഷയാണ്. ആ ഭാഷ നിലനിൽക്കുക തന്നെ ചെയ്യും, എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. ആ ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ഈ അഹിംസ എന്ന് ചോദിക്കുമ്പോൾ പറയാം, ആബ്സ്റ്റെയിൻ ഫ്രം കില്ലിങ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക്. ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്നത്, ഞാനടക്കമുള്ള ടീച്ചർമാർ. ഞങ്ങൾ പഠിപ്പിച്ചാണ് ഇങ്ങനെ ഒരു നിലയിലാക്കിയെടുത്തത് കേട്ടാ. അതെ, ഞാൻ അധ്യാപകനായിരുന്നല്ല, അപ്പോൾ അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ തന്നെ പറയട്ടെ. ഞങ്ങൾ പഠിപ്പിച്ചാണ്, വിഷമമുള്ളതൊന്നും പഠിപ്പിക്കില്ല. അത് കാരണം വൃത്തം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. വൃത്തം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചത് അധ്യാപകരാണ്. എന്താ കാര്യം എന്നറിയാമോ? അത് പഠിപ്പിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, കാരണം പഠിക്കാനും പ്രയാസമുണ്ട്. അപ്പോൾ പ്രയാസമുള്ളതൊന്നും പഠിക്കണ്ട എന്നും തങ്ങൾ പഠിക്കാത്തതൊന്നും ആരും പഠിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ച അധ്യാപകരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തം ഒഴിവാക്കിയിട്ടുള്ള പഠനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് പോയിക്കോട്ടെ, അതൊക്കെ വേറൊരു കാര്യം. ഞാൻ ഈ ആബ്സ്റ്റെയിൻ ഫ്രം കില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടി അഹിംസ നല്ലതാണെന്ന് വിശ്വസിക്കുക? നിങ്ങൾ തന്നെ പറ. കാരണം നമ്മൾ എത്ര പേരെ കൊന്നിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വറ്റ് കഴിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ജീവനും എന്നിലടങ്ങിയിരിക്കുന്ന ജീവനും അഭിന്നമായതുകൊണ്ട് ജീവനെ ഹനിച്ചുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് തന്നെ. അപ്പോഴെങ്ങനെയാണത് അഹിംസ എന്ന് പറഞ്ഞാൽ ആബ്സ്റ്റെയിൻ ഫ്രം കില്ലിംഗ് ആണെന്ന് പറയുന്നില്ലേ? ഭയരഹിതം ഇതുവഴി നടക്കുന്നവരെ ഭക്ഷിപ്പതിന് മാം കൽപ്പിച്ചത് ഈശ്വരൻ എന്നാ പറയുന്നത്. ഈശ്വരൻ പറഞ്ഞ് ആഹാരം കഴിക്കണ്ടേ?
ആഹാരിക്കുന്ന സന്ദർഭമെല്ലാം നമ്മൾ കൊല്ലുന്നില്ലേ? ഈ അഹിംസയ്ക്ക് ലോകോത്തരമായ നിർവചനം നൽകിയ ഒരു സംസ്കാരം ഭാരതത്തിൻ്റേതാണ്. ആ ലോകോത്തരമായ നിർവചനം അടങ്ങിയിട്ടുള്ളത് നിങ്ങളിവിടെ ഞാൻ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ജപിച്ചുകൊണ്ടിരുന്ന ഈശാവാസ്യ ഉപനിഷത്തിലേതാണ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത. അതാണ് വാക്ക്. ടേക്ക് ദ മിനിമം, നോട്ട് നെവർ എയിം അറ്റ് ദ മാക്സിമം. സമ്പത്തിൻ്റെ, അധികാരത്തിൻ്റെ, പദവിയുടെ, യശസ്സിൻ്റെ, ഈ ലോകഭോഗങ്ങളുടെ മിതവ്യയമാണ് അഹിംസ എന്ന് നിങ്ങൾക്ക് ലോകത്ത് വേറെ ഒരു സംസ്കാരത്തിലും നിർവചനം കാണാൻ കഴിയില്ല. ആ നിർവചനം പറഞ്ഞ് പഠിപ്പിച്ച അദ്വൈത വേദാന്ത സാരം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുവോളം മാത്രമേ ഈ പ്രപഞ്ചവും നിലനിൽക്കൂ എന്നുള്ളതാണ് സത്യം. ശത്രുതയില്ലാത്ത ഒരു സംസ്കാരം, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം, എല്ലാത്തിനും ഇടമുണ്ട് എന്ന് പറയുന്ന ഒരു സംസ്കാരം, പുല്ലിനും പുഴുവിനും പഴുതുള്ള ഈ ഭൂമിയിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്ന സംസ്കാരം, ആ സംസ്കാരമാണ് അദ്വൈത സംസ്കാരം. ആ അദ്വൈത സംസ്കാരത്തെ മലയാളിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ച മഹാപ്രതിഭയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ വരാനും അതോടൊപ്പം നിങ്ങൾ ധാരാളം പേരെ ഇവിടെ ആദരിക്കുന്നുണ്ട്. മറ്റ് പ്രദേശങ്ങളിലൊന്നും ആദരിക്കപ്പെടാൻ അർഹത ഉണ്ടായിട്ടും അവസരം ലഭിക്കാത്തവരാണ് അവർ എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അറിയാം. അവരെ എല്ലാം ആദരിക്കുന്നതിന് വേണ്ടി നിങ്ങളെടുത്ത ഈ യത്നത്തെ ഞാൻ പ്രശംസിക്കുന്നു. ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാവരെയും നമുക്ക് ആദരിക്കാം. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് നമുക്ക് അവരെ എല്ലാം ആദരിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. നമ്മുടെ മുഖ്യപ്രഭാഷകനായ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിന് നമ്മുടെ ഒരു സ്നേഹാദരവ് ഉപഹാരം സമർപ്പിക്കുന്നതിനായി സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യയെ ക്ഷണിക്കുന്നു.